السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പറയുന്ന എല്ലാ നല്ല നല്ല സൽക്രമങ്ങളും അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് നമ്മൾ ബിസ്മിയുടെ ഒരു അമല് പറഞ്ഞിരുന്നു. 12,000 ബിസ്മിയുടെ അമല് ധാരാളം ആളുകൾ അത് സ്വീകരിച്ചു. ധാരാളം മുറാദുകൾ മനസ്സിൽ കണ്ടിട്ട്, വലിയതായ മുറാദുകൾ മനസ്സിൽ കണ്ട് ധാരാളം ആളുകൾ ആ 12,000 ബിസ്മിയുടെ അമല് നെഞ്ചോട് ചേർത്ത് വെച്ച് ആ അമല് സ്വീകരിച്ച് ധാരാളം ദുആ വസിയത്തുകൾ ചെയ്തിരുന്നു. അതിനു വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയും ചെയ്തിരുന്നു. 12,000 ബിസ്മി എങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത്, അത് പൂർത്തീകരിക്കേണ്ട രൂപം എങ്ങനെയാണ്, ഇൻഷാ അല്ലാഹ് ആ വീഡിയോയാണ്. അതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ്, ആ ബിസ്മിയുടെ മഹത്വം എന്താണ്, ബിസ്മിയുടെ മഹത്വം എന്തൊക്കെയാണ്, ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ധാരാളം മുറാദുകൾ, നിങ്ങൾ എന്തു മുറാദും, ഹലാലായ എല്ലാ മുറാദും നിങ്ങൾക്ക് ഹാസിലാകണോ, ഇൻഷാ അല്ലാഹ് ഈ ബിസ്മി ഇൻഷാ അല്ലാഹ് ഈ അമല് പറയുന്നത് പോലെ ഇൻഷാ അല്ലാഹ് എപ്രകാരമാണോ ചൊല്ലേണ്ടത് അപ്രകാരം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തു മുറാദും, ഹലാലായ എല്ലാ മുറാദുകളും, ധാരാളം പ്രയാസങ്ങൾ നമ്മളെ മനസ്സിൽ, നമ്മളെ നീറുന്ന പ്രതിസന്ധികൾ, നീറുന്ന വേവലാതികൾ, നീറുന്ന ബുദ്ധിമുട്ടുകൾ, ധാരാളം മുറാദുകൾ, ഭർത്താവിൻ്റെ ജോലി റെഡിയാവാൻ, മകൻ്റെ ജോലി റെഡിയാവാൻ, അല്ലെങ്കിൽ മകൻ്റെ വിവാഹക്കാരും ശരിയാവാൻ, അല്ലെങ്കിൽ മകളുടെ വിവാഹക്കാരും ശരിയാവാൻ, വീട് പണി പൂർത്തിയാവാൻ, അങ്ങനെ ധാരാളം മുറാദുകൾ, എണ്ണിയാൽ തീരാത്ത അത്രയും മുറാദുകൾ. കമന്റ് ബോക്സിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഉസ്താദേ മകൻ്റെ ജോലി റെഡിയാവണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജോലി റെഡിയാവണം, അങ്ങനെ മുറാദുകൾ, ധാരാളം മുറാദുകൾ മനസ്സിൽ വെച്ച ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്നു മുതൽ, ഈ ദിവസം മുതൽ, നിങ്ങൾ ഈ കാണുന്ന ദിവസം മുതൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇപ്രകാരം ബിസ്മിയെ നിങ്ങൾ പതിവാക്കുക. 12,000 ബിസ്മി ഇപ്രകാരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയതായ നേട്ടം, വലിയ നേട്ടം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അല്ലാഹു നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്, നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. അമല് സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതം ധന്യമാക്കാൻ അല്ലാഹു നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്, നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാൻ, സമ്പത്തിൽ ബർക്കത്തുണ്ടാവാൻ, സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ, ഭർത്താവിൻ്റെ ജോലി റാഹത്താവാൻ, ഉള്ള ജോലി റാഹത്താവാൻ, ജോലി ഇല്ലാത്തവർ നല്ല ഹൈറായ ജോലി ലഭിക്കാൻ, ധാരാളം ആളുകൾ ആ ബിസ്മിയുടെ അമല് ചെയ്ത് ധാരാളം ജോലി നേടിയെടുത്ത ആളുകൾ, ജീവിതം മാറ്റിമറിച്ച ആളുകൾ, കല്യാണക്കാര്യങ്ങൾ ശരിയായ ആളുകൾ, ധാരാളം കാര്യങ്ങൾ ഹാസിലായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് അതൊക്കെ ചർച്ച ചെയ്യാം. എന്താണ് ബിസ്മിയുടെ മഹത്വം എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം പഠിക്കാം. എന്താണ് ബിസ്മിയുടെ മഹത്വം? മഹാനായ ആദം നബി അലൈഹിസ്സലാമിനാണ് ആദ്യമായിട്ട് ബിസ്മി അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തത്. ആദം നബി അലൈഹിസ്സലാമിനാണ്. ആദം നബി അലൈഹിസ്സലാം ധാരാളമായിട്ട് ബിസ്മിയെ പതിവാക്കി. അല്ലാഹു ആദം നബിയുടെ തൗബ സ്വീകരിക്കാൻ കാരണം ആദം നബി അലൈഹിസ്സലാം ചൊല്ലിയ ബിസ്മി കൊണ്ടാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു.
ആദം നബി അലൈഹിസ്സലാമിനെ അവതരിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ആദം നബി അലൈഹിസ്സലാം ധാരാളമായിട്ട് ബിസ്മിയെ പതിവാക്കി. അതുകൊണ്ടാണ് പറയുന്നത് ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ തന്നെ അള്ളാഹു സ്വീകരിക്കാനുണ്ടായ കാരണം ആദം നബി അലൈഹിസ്സലാമിന്റെ ബിസ്മി കൊണ്ടാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മൾ ചിന്തിക്കേണ്ടത് ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു തൗബ സ്വീകരിച്ചെങ്കിൽ നമ്മൾ ധാരാളം തെറ്റുകൾ ജീവിതത്തിൽ ചെയ്യുന്നവരാണ്, ധാരാളമായി തെറ്റുകൾ ചെയ്യുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഈ 12,000 ബിസ്മി ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് മുറാദുകൾ ഉണ്ടെങ്കിലും നിങ്ങളെ തെറ്റുകൾ പൊറുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ ജോലി റെഡിയാവാൻ, ജോലിയിൽ ഖൈറ് ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് കൂടി ചൊല്ലിക്കോ. അള്ളാഹു അതിന് ഉത്തരം നൽകും. അള്ളാഹു ഉത്തരം നൽകുമാറാകട്ടെ. പിന്നെ അള്ളാഹു ബിസ്മിയെ ഉയർത്തി. പിന്നെ അള്ളാഹു അവതരിപ്പിച്ചത് നൂഹ് നബി അലൈഹിസ്സലാമിനാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വലിയതായ വെള്ളപ്പൊക്കമുണ്ടായി. വലിയ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് വലിയ പ്രളയമുണ്ടായ സമയത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വലിയ കപ്പൽ നിർമ്മിക്കുകയും ജനങ്ങളെല്ലാം കപ്പലിലേക്ക് ക്ഷണിച്ചു. എല്ലാ ഇണകളെയും മൃഗങ്ങളിൽ നിന്ന്, മറ്റുള്ള എല്ലാ ജീവികളിൽ നിന്നും എല്ലാ 2 ഇണകളെ കപ്പലിലേക്ക് ക്ഷണിക്കുകയും കപ്പൽ ആദ്യമായി പുറപ്പെടാൻ അള്ളാഹു നിർദ്ദേശിച്ചത് ബിസ്മി കൊണ്ടാണ്. നിങ്ങൾ ബിസ്മി കൊണ്ട് ചൊല്ലിക്കോളി, ബിസ്മി കൊണ്ട് തുടങ്ങിക്കോളി, ആ കപ്പൽ അങ്ങ് സഞ്ചരിച്ചോളും. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറി ബിസ്മില്ലാ എന്ന് ചൊല്ലുകയും ആ കപ്പൽ അങ്ങ് യാത്ര തിരിക്കുകയാണ് ചെയ്തത്. അന്ന് എഞ്ചിനില്ല, മോട്ടോർ സംവിധാനങ്ങളില്ല. ചാവി തിരിച്ചാൽ, ഇപ്പൊ നമ്മൾ വണ്ടി എടുക്കൽ, കപ്പലെടുക്കലൊക്കെ ചാവി തിരിച്ചാൽ അങ്ങ് ഓടിക്കോളും. അന്നത്തെ കാലത്ത് ഒന്നുമില്ല. അള്ളാഹു ചൊല്ലാൻ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും കയറിയ ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ കപ്പൽ അങ്ങ് സഞ്ചരിക്കുകയാണ് ചെയ്തത്. പിന്നെ അള്ളാഹു ബിസ്മിയെ ഉയർത്തി. പിന്നെ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തത് ആ ബിസ്മിയുടെ മഹത്താണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ചിന്തിക്കേണ്ട ആ ബിസ്മിയുടെ മഹത്വമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ്? ബിസ്മിയുടെ മഹത്വമാണ്. ഇത്രയും മഹാന്മാരായ അമ്പിയാക്കൾക്ക് അല്ലാഹു ബിസ്മി ഇറക്കി കൊടുത്തു. മഹാന്മാരായ നബിമാർക്ക് അല്ലാഹു ബിസ്മി ഇറക്കി കൊടുത്തു. അവരത് ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും അവരത് ചൊല്ലുകയും ചെയ്തപ്പോൾ വലിയതായ അത്ഭുതങ്ങളാണ് ഉണ്ടായത്. എന്നിട്ടാണോ നമ്മളെ ചെറിയ ചെറിയ ജോലിയുടെ പ്രയാസങ്ങൾ, ജീവിതകാലത്തുണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, ജോലി, വീട്, കല്യാണ തടസ്സങ്ങൾ, ഇതൊക്കെ അള്ളാഹിന്റെ അടുത്ത് വെറും നിസാരമാണ് എൻ്റെ മക്കളെ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് വളരെ വളരെ ലൈഫാണ്, വളരെ നിസാരമാണ്, വളരെ നിസാരമാണ്. പടച്ച റബ്ബിന് ഇതെല്ലാം ഇതിന് വലിയതും നമുക്ക് നേടിയെടുക്കാൻ ഈ ബിസ്മി കൊണ്ട് ആവും. അള്ളാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. പിന്നെ അള്ളാഹു ആ ബിസ്മിയെ ഉയർത്തി. പിന്നെ അള്ളാഹു ആ ബിസ്മി ഇറക്കി കൊടുത്തത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് വലിയ തീക്കുണ്ടാരത്തിലേക്ക് എറിയുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു അവിടെ കൊടുത്തത് തീയുടെ ശക്തിയെല്ലാം ഒഴിവാക്കി അള്ളാഹു തണുപ്പും രക്ഷയുമാണ് അള്ളാഹു കൊടുത്തത്. അവിടുന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിൽ നിന്നും ചെയ്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ അള്ളാഹു ഒരു തണുപ്പ് അള്ളാഹു അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുക്കുകയും അവിടുന്ന് രക്ഷ കൊടുക്കുകയും ചെയ്തു. അതാണ് ബിസ്മിയുടെ ഒരു പവർ. അത്രയും വലിയ പവറാണ്. എല്ലാ അമ്പിയാക്കളും ഇത് ചെയ്തിരുന്നു, ഇതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബിസ്മിയെ പതിവാക്കി കഴിഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. ധാരാളം മെസ്സേജുകൾ ഓരോ ദിവസമായി അറിയിക്കുകയാണ്. ബിസ്മിൻ്റെ അമൽ സ്വീകരിച്ച് തങ്ങളെ ജോലി റെഡിയായി, കല്യാണക്കാരും റെഡിയായി. ഞാൻ എപ്പോഴും മജ്‌ലിസിലൂടെ പറയുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾക്ക് അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലായിട്ടുണ്ട്.
പിന്നെ അല്ലാഹു തആല ബിസ്മിയെ ഉയർത്തി. പിന്നെ അല്ലാഹു ഇറക്കി കൊടുത്തത് മഹാനായ മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിനാണ് അല്ലാഹു പിന്നെ ബിസ്മി ഇറക്കി കൊടുത്തത്. മൂസാ നബി അലൈഹിസ്സലാം ഫറോവയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, ഫിർഔനിൽ നിന്നും കിങ്കരന്മാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടലിന്റെ അടുത്തേക്ക് പോയി. ചെങ്കടൽ പിളർന്ന് മൂസാ നബി അലൈഹിസ്സലാം അക്കരെ കടന്ന വലിയ ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ വടി കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെങ്കടലിൽ അടിക്കാൻ അല്ലാഹു നിർദ്ദേശം കൊടുത്തത്. വെറുതെ അങ്ങ് വടി കൊണ്ടടിച്ചതല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ചെങ്കടലിലേക്ക് അല്ലാഹു നിർദ്ദേശം കൊടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊറ്റടി കൊടുക്കുകയും ചെങ്കടൽ രണ്ടായിട്ട് പിളരുകയും മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും അക്കരെ കടക്കുകയുമാണ് ചെയ്തത്. ഇതും ബിസ്മിയുടെ മഹത്വമാണ്. ബിസ്മി കൊണ്ടാണ് എന്ത് രക്ഷക്കും, എന്ത് പ്രയാസത്തിൽ കുടുങ്ങിയാലും ബിസ്മി നിങ്ങൾക്കൊരു കാവലാണ്. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, ബിസ്മി നിങ്ങൾക്കൊരു കാവലാണ്. എന്ത് ശത്രുവിൽ നിന്നും രക്ഷപ്പെടാൻ, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ, സിഹ്ർ പോലുള്ള, കണ്ണേർ പോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ബിസ്മി ഏറ്റവും വലിയ ഒരു ആയുധമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ ചൊല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്, നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. പിന്നെ അല്ലാഹു ബിസ്മിയെ ഉയർത്തി. പിന്നെ അല്ലാഹു ഇറക്കി കൊടുത്തത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനാണ് പിന്നെ അല്ലാഹു ബിസ്മി ഇറക്കി കൊടുത്തത്, അവതരിപ്പിച്ചത്. ബിസ്മി അവതരിപ്പിച്ചത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ആരൊക്കെ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ വഴിപ്പെട്ടത്? കാറ്റ് വഴിപ്പെട്ടു, ജിന്നുകൾ വഴിപ്പെട്ടു, ശൈത്വാന്മാർ വഴിപ്പെട്ടു, പക്ഷികൾ വഴിപ്പെട്ടു. എല്ലാം സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തു പറയുന്നു അവരെല്ലാം വഴിപ്പെട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ചെയ്തു കൊടുത്തിരുന്നു. എന്തും നമ്മൾ കുറേ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ജിന്നുകൾ എത്തിച്ചു കൊടുത്ത സംഭവങ്ങൾ എല്ലാം വഴിപ്പെട്ടത് ബിസ്മിയുടെ മഹത്വം കൊണ്ടാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ധാരാളം ബിസ്മിയെ പതിവാക്കിയിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ അല്ലാഹു ബിസ്മിയെ ഉയർത്തി. പിന്നെ അല്ലാഹു ഇറക്കി കൊടുത്തത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിനാണ് പിന്നീട് അല്ലാഹു ബിസ്മിയെ അവതരിപ്പിച്ചത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മഹത്വം എന്തൊക്കെയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. വെള്ളപ്പാണ്ടി രോഗം, കോളറ രോഗം, കുഷ്ഠരോഗം എല്ലാത്തിനും അല്ലാഹു എന്തായിരുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മന്ത്രമായിരുന്നു ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം അവരുടെ ശരീരത്തിൽ അങ്ങ് തടവും. അപ്പൊ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കും. വലിയൊരു ശക്തിയായിരുന്നു. മരണപ്പെട്ടു പോയ ആളുകൾക്ക് ജീവൻ വരെ ഈസാ നബി അലൈഹിസ്സലാം റൂഹ് വരെ ഇട്ട് കൊടുത്തിരുന്നു. അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു ബിസ്മി കൊണ്ട് അല്ലാഹു കൊടുക്കുന്ന വലിയൊരു നിഅമത്തായിരുന്നു മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്തത്. പിന്നെ അല്ലാഹു ആ ബിസ്മി ഉയർത്തി. പിന്നെ അല്ലാഹു ആ ബിസ്മി അവതരിപ്പിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. ആയിരക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടെ അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിച്ചു. ആയിരക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു ആ ബിസ്മിയെ ആദ്യമായി അവതരിപ്പിച്ചു. ആ ബിസ്മിയുടെ ബർക്കത്താണ് ഇൻഷാ അല്ലാഹ് അവിടുത്തെ അനുയായികളായ നമ്മളും കൈപ്പറ്റേണ്ടത്. ആ ബിസ്മിയെ നെഞ്ചോട് ചേർത്ത് വെക്കണം ഇൻഷാ അല്ലാഹ്. എന്തു മുറാദാണെങ്കിലും അല്ലാഹു ഹസ്സിലാക്കി തരുമാറാകട്ടെ. എങ്ങനെയാണ് ആ ബിസ്മിയുടെ അമൽ നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ആ ബിസ്മിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് അമൽ നമ്മൾ ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് അതാണ്
അതാണ് ഇൻഷാ അല്ലാ അമലാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് ആ അമലിനെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടത് അത് പറയുമ്പോൾ ഇൻഷാ അല്ലാ ധാരാളം ആളുകൾ ധാരാളം, ഞാൻ എപ്പോഴും മജ്ലിസിലൂടെ പറയുന്നത് പോലെ ഈ മജ്ലിസിലൂടെ പറയാനുള്ള കാരണം കുറേ ആളുകൾക്ക് വിളിക്കണ്ടല്ലോ. ഇൻഷാ അല്ലാ ഇതിൽ നമ്പറുണ്ട്, ഇൻഷാ അല്ലാ ബുക്ക് ചെയ്താൽ മാത്രം മതി. ഇനി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാകുക എന്ന് ചോദിക്കണ്ട. ഇൻഷാ അല്ലാ ഇനി ഉണ്ടാകുന്നത് വരുന്ന ശനിയാഴ്ചയാണ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയാണ് ബുക്കിംഗ് ഉള്ളത്. ഇൻഷാ അല്ലാ ഈ നമ്പറിൽ ഈ സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പറിൽ വിളിച്ചന്വേഷിച്ച് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വഴി മനസ്സിലാക്കി ഇൻഷാ അല്ലാ കൺസൾട്ടിങ്ങിനായിട്ട് വീട്ടിലേക്ക് വരാം. അള്ളാഹു ഇനി തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ. ഇത് പറയാനുള്ള കാരണം ധാരാളം ഭാഗത്ത് നിന്ന് എപ്പോഴും നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാ ഈ സ്ക്രീനിൽ നമ്പർ കൊടുത്ത് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാൻ ഇൻഷാ അല്ലാ വഴി അറിയുന്ന ആളുകൾക്ക് വന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാ വരാനും കൂടി ഒരു സൗകര്യമാണ് ഈ ദിവസങ്ങൾ പറയുന്ന സമയത്ത്. ധാരാളം ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടത്തേക്ക് കൺസൾട്ടിങ് വരുന്ന ആളുകൾ കർണാടക പോലുള്ള തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഇൻഷാ അല്ലാ ഇവിടത്തേക്ക് കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ, എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ അവിടുന്ന് ലീവ് എടുത്ത് കൺസൾട്ട് ബുദ്ധിമുട്ടായിട്ട് പ്രയാസമായിട്ട് അവിടുന്ന് ലീവ് എടുത്ത് കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ, അല്ലാഹുവേ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി ഹൈറ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഹൈറ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ ഹൈറ് നൽകണേ അല്ലാ. ഇവിടത്തേക്ക് വന്ന് ഇവിടുത്തെ ചികിത്സാ രീതികൾ അറിഞ്ഞ ആളുകൾ, അവിടുത്തെ ഫലം കണ്ട ആളുകൾ എപ്പോഴും പറയുന്നത് തങ്ങളെ റാഹത്തായി അൽഹംദുലില്ലാ, മകന്റെ കല്യാണക്കാര്യം ശരിയായി, അല്ലെങ്കിൽ മകളുടെ കല്യാണക്കാര്യം ശരിയായി, അല്ലെങ്കിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങി. ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ ഉണ്ടാകുന്നത്, ഇതിനൊക്കെ ഒരു തൗഫീഖ് ഉണ്ടാകുന്നത്, ഇവിടമിൽ വന്ന് റാഹത്താകുന്നത് ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് നിസാരമല്ല, നിസാരമായിട്ടുള്ളൊരു മജ്ലിസല്ല. ഇത് ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചയിലെ സുമാത്രാ ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലുണ്ടി തീരത്തെത്തിയ മഹാനായ ഖുതുബ് ജമലുല്ലൈലി പാപ്പയുടെ നോട്ടവും കാവലും അവിടുത്തെ ഇജാസിയത്ത് പ്രകാരമാണ് ഇൻഷാ അല്ലാഹ് ഓരോ അമൽ, ബിസ്മിയുടെ അമലായിക്കോട്ടെ മറ്റുള്ള ഏത് അമലായിക്കോട്ടെ, അവിടുത്തെ ഇജാസിയത്ത് പ്രകാരമാണ്, അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ് ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ കൺസൾട്ടിങ് രീതിയും ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള കൺസൾട്ടിങ് രീതിയും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ അവിടുത്തെ ദറജ നീ ഏറ്റി നൽകണേ അല്ലാ. അവിടുത്തെ ദറജ ഏറ്റി നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. അവിടുത്തെ ദറജ ഏറ്റി നീ ഉയർത്തണേ അല്ലാ, നീ ഉയർത്തണേ തമ്പുരാനെ. ഞാൻ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് അവിടുത്തെ ഒരു മഹത്വമാണ്, അവിടുത്തെ ഒരു ശക്തിയാണ്. ഈ മജ്ലിസിൽ നിന്ന് എന്ത് അമലാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് അത് അപ്പോഴപ്പോൾ നിങ്ങൾക്ക് ഫലിക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ശക്തിയാണ്, അവിടുത്തെ ശക്തിയാണ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടത്തേക്ക് വന്നുകൊണ്ട് കാര്യങ്ങൾ മുറാദുകൾ ഹാസിലാക്കുന്ന ആളുകൾ ധാരാളം ഭാഗങ്ങളിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് മജ്ലിസിലൂടെ പറയുന്നത് അതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു സഹോദരിയും ഒരു സഹോദരനും ധാരാളം വലിയ പ്രയാസമായിട്ട് വലിയ പ്രതിസന്ധിയായിട്ട് തങ്ങളെ ഞങ്ങൾ പോകാത്ത ഇടമില്ല, ഇതിനായി തേടി നടക്കാത്ത ചികിത്സയില്ല, ഈ പ്രയാസം ഞങ്ങളിന്ന് മാറുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ കണക്ക് വെച്ച് നോക്കുകയും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്ത സമയത്ത് അൽഹംദുലില്ലാ റാഹത്തായി എന്ന് സന്തോഷ വാർത്ത നമ്മളെ കാതുകളെ കൊണ്ട് കേൾപ്പിച്ചു. അൽഹംദുലില്ലാ. അതാണ് ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പറയാനുള്ള കാരണം. ഇതൊക്കെ മഹാനായ ഖുതുബ് ജമലുല്ലൈലി പാപ്പയുടെ മഹത്വമാണ്.
അവിടുത്തെ മഹത്വമാണ്, അവിടുത്തെ ഒരു ശക്തിയാണ് ഇൻഷാ അല്ലാഹ്. ഓരോരോ കാര്യങ്ങൾ, എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങുന്നത്, അതിനുള്ള പരിഹാരം തേടുന്നത് മഹാനായ കുതുബ് ജമലുൽ ലൈലി പാപ്പയുടെ നോട്ടവും കാവലും ഉണ്ടായിട്ടാണ്. അല്ലാഹുവിനെ നിലനിർത്തണേ അല്ലാഹ്, നീ നിലനിർത്തണേ അല്ലാഹ്, നീ നിലനിർത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എന്താണ് അമല് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ജോലിയില്ലാത്ത ആളുകൾ എന്ത് മുറാദുകളും നിങ്ങൾക്ക്, എന്ത് മുറാദും ഹലാലായ എന്ത് മുറാദും നിങ്ങൾക്ക് ഹാസിലാവണോ, ഇൻഷാ അല്ലാഹ് ഈ 12,000 ബിസ്മി നമ്മൾ പറയുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലണം. ഓരോരോ 1000 പ്രാവശ്യം ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബിലേക്ക് തവക്കുൽ ചെയ്ത്, എൻ്റെ മകൻ്റെ കാര്യമാണ്, എൻ്റെ മകൻ്റെ ജോലി പ്രയാസമാണ് പടച്ച റബ്ബേ എന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 12,000 ബിസ്മി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലണം. 1000 പ്രാവശ്യം ചൊല്ലുക, 1000 പ്രാവശ്യം ആത്മാർത്ഥമായിട്ട്. അല്ലാതെ വെറുതെ നിൽക്കുന്ന സമയത്ത് ബിസ്മില്ലാ 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 അങ്ങനെയല്ല, ആത്മാർത്ഥമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി. ചില ആളുകളുണ്ട് വെറുതെ അങ്ങ് ചൊല്ലും ബിസ്മില്ലാ 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 ബിസ്മില്ലാ. അങ്ങനെയല്ല, ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി മനസ്സ് തട്ടിക്കൊണ്ട് ചൊല്ലണം. മനസ്സ് തട്ടിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നിങ്ങൾ 12,000 ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ മുറാദും നിങ്ങൾ ചിന്തിക്കുകയാണ് അത് നടക്കൂല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ നിങ്ങളുടെ ഹലാലായ നിങ്ങളുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരും. അല്ലാഹു നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഒരു 1000 പ്രാവശ്യം, ഒരു 1000 പ്രാവശ്യം നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. എന്നിട്ട് ഹബീബായ തങ്ങളുടെ പേരിൽ ഒരു 10 സ്വലാത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വലാത്ത് ചൊല്ലാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വലാത്ത് നിങ്ങൾ ദായിമാക്കുന്ന ഏത് സ്വലാത്താണോ, ഏത് സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാം, ഒരു 10 പ്രാവശ്യം ചൊല്ലാം. പിന്നെയും ഒരു 1000 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാം. പിന്നെ നിങ്ങൾ ഒരു 10 പ്രാവശ്യം ഇഷ്ടമുള്ള സ്വലാത്ത് ചൊല്ലാം. അങ്ങനെ ഓരോ 1000 കഴിയുന്നതിനനുസരിച്ചും ഓരോരോ സ്വലാത്തുകൾ ചൊല്ലാം, ഓരോരോ 10 സ്വലാത്തുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഇരു കരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തി നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യ്. അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരും അല്ലാഹ് ഇതുപോലെ ഇൻഷാ അല്ലാഹ് തങ്ങളെ ഞാൻ ബിസ്മി ചൊല്ലാം എന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താം. ബിസ്മി ചൊല്ലിയ ആളുകളുടെ ബിസ്മി ചൊല്ലി തങ്ങളെ ഞങ്ങളെ മുറാദ് ഹാസിലായ മുറാദും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇതിൽ ഇൻഷാ അല്ലാഹ് രേഖപ്പെടുത്താം. എന്നാൽ നമുക്ക് ദുആ ചെയ്യാം. ഇത് പറഞ്ഞപ്പോഴാണ് ഇൻഷാ അല്ലാഹ് ഞാൻ കാണാനിടയായ ഒരു കമന്റ്, ധാരാളം കമന്റുകളുണ്ട്. അതൊരു ദുആ വസിയത്തും കൂടി ഞങ്ങളോട് പറയാനുള്ള കാരണം, ദുആ വസിയത്തും കൂടി ചെയ്യുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ 12,000 ബിസ്മി ചൊല്ലാൻ നിയത്താക്കി. എൻ്റെ മോൻക്കൊരു ജോലി ശരിയാവാൻ വേണ്ടിയാണ്. അൽഹംദുലില്ലാ എൻ്റെ മോൻക്ക് ജോലി ശരിയായിട്ടുണ്ട്. 12,000 ബിസ്മി ചൊല്ലി ഉസ്താദേ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഒരു ദുആ വസിയത്തും കൂടി ഉണ്ടാവുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ദുആ ചെയ്യാം. അല്ലാഹുവേ ആ മകൻ്റെ പൊന്നുമോൻ്റെ ജോലിയിൽ നീ അഭിവൃദ്ധി നീ നൽകണേ തമ്പുരാനെ. ഖൈറായ നിലയിൽ അല്ലാഹുവേ ജോലി ചെയ്യാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്, നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ സാലറിയിൽ അല്ലാഹ് അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് വേറൊരു ദുആ വസിയത്ത് ഇൻഷാ അല്ലാഹ് വേറൊരു ദുആ വസിയത്ത് സ്ക്രീനിൽ കാണുന്നത് പോലെ 12,000 ബിസ്മി ചൊല്ലി അൽഹംദുലില്ലാഹ് എൻ്റെ മകൻ ലൈസൻസ് കിട്ടാൻ വേണ്ടിയായിരുന്നു 12,000 ബിസ്മി ചൊല്ലിയത്. എൻ്റെ മകൻക്ക് ലൈസൻസ് കിട്ടി. എൻ്റെ മകൻ നല്ല കമ്പനിയിൽ ജോലി കിട്ടാൻ, എൻ്റെ മകൻക്ക് നല്ല കമ്പനിയിൽ ജോലി കിട്ടാൻ തങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ അർഹമുർ റഹീമീനായ തമ്പുരാനെ ഖൈറായ നിലയിൽ ജോലി ചെയ്യാൻ അല്ലാഹുവേ ആ പൊന്നു മകന്
നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നല്ല ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിക്കണേ തമ്പുരാനെ. ധാരാളം വാട്സപ്പിലായിട്ടും വായിച്ചാൽ ഇന്ന് തീരൂല. അത്രയും ബിസ്മി 12,000 ബിസ്മി ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാ ഒരു 2 or 3 ഇൻഷാ അല്ലാ നമുക്ക് ഇടക്കിടക്ക് ഇൻഷാ അല്ലാ വായിക്കാം. ഇൻഷാ അല്ലാ ധാരാളം ആളുകൾക്ക് 12,000 ബിസ്മി ചൊല്ലി ധാരാളം മുറാദുകൾ ഹസിലായി. ധാരാളം മുറാദുകൾ പറഞ്ഞാൽ തീരാത്ത അത്രയും മുറാദുകൾ ഹസിലായി. അല്ലാഹുവേ ബിസ്മിയുടെ ഒരു മഹത്താണ്. ഞാൻ പറഞ്ഞില്ലേ, ആദം നബി അലൈഹിസ്സലാമിനെ ഇറക്കിയത് മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു. അത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ് ബിസ്മിയുടെ അമൽ. ഇൻഷാ അല്ലാഹ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ തങ്ങളെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചൊല്ലാം എന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം. ദുആ വസിയത്ത് നടത്തണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആർക്കാം. കൂട്ടമായി നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ എല്ലാവരുടെയും മുറാദുകളെ നീ ഹസിലാക്കണേ അല്ലാ. എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹുവേ നീ ഹസിലാക്കണേ അല്ലാ. ഈ കാണുന്ന ധാരാളം ആളുകൾക്ക് ധാരാളം മുറാദുകളുണ്ട്. അല്ലാ നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാ. നീ പരിപൂർണമായി നീ ഹസിലാക്കണേ അല്ലാ. മകന്റെ ജോലി കാര്യത്തിൽ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ ഖൈറായ ജോലി നീ കൊടുക്കണേ അല്ലാ, റാഹത്തായ ജോലി കൊടുക്കണേ അല്ലാ, ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, ജോലി ഉള്ളവർക്ക് നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെ. മകന്റെ കല്യാണക്കാരൻ ശരിയാവാൻ തങ്ങളെ ദുആ ചെയ്യണം. ബിസ്മി ചൊല്ലി തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ അർഹമുർ റഹീമീനായ തമ്പുരാനെ നല്ല ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിക്കണേ തമ്പുരാനെ. മകളുടെ കല്യാണക്കാര്യം ശരിയാവാൻ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹു അവരൊക്കെ ബിസ്മി ചൊല്ലി അല്ലാ. ആ ബിസ്മിയുടെ മഹത്വം കൊണ്ട് അർഹമുർ റഹീമീനായ തമ്പുരാനെ മകൾക്ക് അല്ലാഹുവേ നീ നല്ല ഇണയെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിക്കണേ തമ്പുരാനെ. വീടില്ല തങ്ങളെ, ഒരു വീടിന് വേണ്ടി ഞാൻ 12,000 ബിസ്മി നേർച്ചയാക്കി ഞാൻ ചൊല്ലി തങ്ങളെ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. കമന്റ് ബോക്സിൽ അറിയിച്ച ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ തമ്പുരാനെ നല്ല റാഹത്തായ ഒരു മസ്കൻ അല്ലാഹു അവർക്ക് നീ കൊടുക്കണേ അല്ലാ. റാഹത്തായ ഒരു ഭവനം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗമാണ് തങ്ങളെ, അതിൽ നിന്ന് പരിപൂർണ ശിഫാ ലഭിക്കാൻ തങ്ങളെ ഞാൻ 12,000 ബിസ്മി ചൊല്ലി അർഹമുർ റഹീമീനായ അല്ലാ നീയാണ് ഷാഫിഉ തമ്പുരാനെ. നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. പല ജാതി പ്രയാസങ്ങൾ പറഞ്ഞ് ഭർത്താവിൻ്റെ സ്വഭാവം റെഡിയാവാൻ, മകൻ്റെ സ്വഭാവം റെഡിയാവാൻ, റാഹത്താവാൻ എന്ന് പറഞ്ഞ് ധാരാളം മുറാദുകൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്ത ആളുകളുണ്ട്. അല്ലാഹുവേ എന്ത് മുറാദാണോ അവരുടെ മനസ്സിലുള്ള, ഈ വീഡിയോസ് കാണുന്നവരുടെ മനസ്സിൽ എന്ത് മുറാദാണോ ഉള്ളത് അല്ലാഹു നീ ഹസിലാക്കണേ അല്ലാ, നീ ഹസിലാക്കണേ അല്ലാ. ഞങ്ങളെ പാപ്പമാരുടെ ഹക്ക് ജാബർക്കത്തുകൊണ്ട് നീ ഹസിലാക്കണേ അല്ലാ. ധാരാളം പ്രദേശങ്ങളിൽ നിന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഈ മജ്ലിസ് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ രക്ഷ കൊടുക്കണേ അല്ലാ, നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. എണ്ണിയാൽ തീരൂല അത്രയും ആളുകൾ ഞങ്ങൾ അഭേദ്യമായി ബന്ധം സ്ഥാപിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഓരോരോ പേരുകൾ എടുത്ത് പറയാത്തത് അല്ലാഹു ആരുടെങ്കിലും പേര് വിട്ടുപോയാൽ അവർക്ക് സങ്കടാവോന്ന് പേടിച്ചിട്ടാണ്. അല്ലാഹു ആരൊക്കെയാണോ ഞങ്ങളെ സ്നേഹിക്കുന്നത് അല്ലാഹു നിനക്കറിയാമല്ലോ. അല്ലാഹുവെ കാണാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാ അവർക്ക് നീ രക്ഷ കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാ അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. എല്ലാ ഉപദ്രവങ്ങളും എല്ലാ മാരകമായ പ്രയാസങ്ങളും അല്ലാഹു അവർക്ക് നീ തീർത്ത് അവർക്ക് രക്ഷ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ വയനാട്ടിലുള്ള സഹോദരന്മാർ ക്ഷമ കൊടുക്കണേ അല്ലാ. അല്ലാഹു ഇത്തരം പ്രയാസങ്ങൾ, ഇത്തരം ദുരിതങ്ങൾ അല്ലാഹു അവർക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളിന്ന് വേർപെട്ടുപോയ, ഞങ്ങളിന്ന് വേർപിരിഞ്ഞു പോയ അല്ലാഹുവേ ഞങ്ങളെ വയനാട്ടിലുള്ള ഞങ്ങളെ ചെറുപ്പക്കാരികൾ അല്ലാഹുവേ, ഉമ്മമാര്, പെങ്ങന്മാര്, മക്കള്, ചോര
പൈതലുകൾ അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അത്തരം ദുരന്തങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അത്തരം ദുരന്തങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് അല്ലാഹുവേ നീ രക്ഷ കൊടുക്കണേ അല്ലാ. അവർക്ക് രക്ഷയേകണേ അല്ലാ. അവർക്ക് രക്ഷയേകണേ അല്ലാ. അവർക്ക് രക്ഷയേകണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. നീ സ്നേഹിക്കണേ തമ്പുരാനെ. നീ സ്നേഹിക്കണേ അല്ലാ. എൻ്റെ ദ്വീപ് നിവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ. അല്ലാഹുവേ മകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ. മകൾക്ക് ഒരു പ്രയാസവും ഇല്ലാതെ അല്ലാഹുവേ റാഹത്തായി ഏത് നിലയിലാണോ ഉണ്ടായിരുന്നത് അല്ലാഹു അതേ നിലയിൽ അല്ലാഹു നീ ആക്കണേ അല്ലാ. സുഖം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. എല്ലാ രോഗങ്ങളും പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. ഞങ്ങൾ അഭേദ്യമായി സ്നേഹിക്കുന്നവരാണ്, സ്നേഹിക്കുന്ന കുടുംബമാണ് അല്ലാ. നീ രക്ഷയേകണേ അല്ലാ. നീ രക്ഷയേകണേ അല്ലാ. നീ രക്ഷയേകണേ തമ്പുരാനെ. റഹ്മാനുർ റഹീമീനായ തമ്പുരാനെ എൻ്റെ പ്രവാസികൾ അല്ലാഹുവേ ജോലിയിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഒരു പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാ. നീ ആക്കല്ലേ അല്ലാ. എന്ത് തട്ടുമുട്ടുണ്ടെങ്കിലും അല്ലാഹു അതെല്ലാം റെഡിയായി അല്ലാഹു ഖൈർ അവർക്ക് കൊടുക്കണേ അല്ലാ. ഖൈർ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി അല്ലാഹു, മൗത്തായി പോയി, ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹു പുറത്തു കൊടുക്കണേ അല്ലാ. നീ പുറത്തു കൊടുക്കണേ അല്ലാ. നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഖബർ കണ്ണെത്താ ദൂരത്തോടെ നീ വിശാല നൽകണേ അല്ലാ. നീ വിശാല നൽകണേ അല്ലാ. 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്നു പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ പൊന്നാര ഉമ്മാക്ക് നീ പൊറുക്കണേ അല്ലാ. നീ പൊറുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഖബർ സന്തോഷപൂരിതമാക്കണേ അല്ലാ. പൊന്നുമ്മാന്റെ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഫിറാശ് നീ വിരിപ്പിക്കണേ അല്ലാ. നീ വിരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഖബറിലേക്ക് അല്ലാഹുവേ സ്വർഗത്തിൽ നിന്ന് കവാടം നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ. നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഉപ്പാക്ക് പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. ഖബർ സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഫിറാശ് നീ വിരിപ്പിക്കണേ അല്ലാ. ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്ന് കവാടം നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ. തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ. ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ. ഹറാമാക്കണേ അല്ലാ. ഹറാമാക്കണേ അല്ലാ. ഹറാമാക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട് അല്ലാഹുവേ. അല്ലാഹുവേ അവരെ കാത്തോളണേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ. അവർക്ക് ബലാകൾ കൊടുക്കല്ലേ അല്ലാ. അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ലേ അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ അവരുടെ ഹലാലായ മുറാദുകൾ എത്രയും പെട്ടെന്ന് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്യാണം 2 കണ്ണുകൊണ്ട് ഞങ്ങളെ കാണിക്കണേ അല്ലാ. ഞങ്ങളെ കാണിക്കണേ അല്ലാ. ആരംഭപ്പുവായി അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ പെടുത്തണേ അല്ലാ. ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.